എങ്ങനെയാണ് ഫ്രീലാൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക? അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫ്രീലാൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതൊരു ഓൺലൈൻ സ്കില്ലാണെന്നുണ്ടെങ്കിൽ നല്ല ബെറ്ററായി. കാരണം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ തന്നെ മാസം അത്യാവശ്യം ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓൺലൈൻ ആയിട്ടുള്ള സ്കില്ല് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവാം, ഇ-കൊമേഴ്സ് ആവാം, വെബ്സൈറ്റ് ഡെവലപ്പിംഗ് ആവാം, വീഡിയോ എഡിറ്റിംഗ് ആവാം, അതുപോലെ ഗ്രാഫിക്സ് ഡിസൈനിങ് ആവാം. ഇത് ഏതും ആകാം. പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലുമായി ബന്ധപ്പെട്ട ഏത് സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് വരുമാനം ഉണ്ടാകും. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് വിവിധ തരം പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുക. പ്രൊജക്റ്റ് പറയുമ്പം കമ്പനിയുടെ പ്രൊജക്റ്റുകൾ ഉണ്ടാവും, ചെറിയ സ്ഥാപനങ്ങളുടെ പ്രൊജക്റ്റുകൾ ഉണ്ടാകും. അവരൊക്കെ ഈ വളരെ എക്സ്പെൻസ് ഒരു പക്ഷേ ഇതിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെറിയ വർക്കുകൾ, ഉദാഹരണത്തിന് ഒരു ഇ-കൊമേഴ്സിലാണെന്നുണ്ടെങ്കിൽ, ഇ-കൊമേഴ്സ് സ്കില്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒരു പല കമ്പനികൾക്ക് ഒരുപാട് ഐറ്റംസുകൾ ലിസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സ്വന്തം വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആമസോൺ നൂണ് പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലിസ്റ്റിംഗ് സർവീസ് ഏറ്റെടുക്കാൻ കഴിയും, അതിൻ്റെ ഡിസൈനിങ് സർവീസ് ഏറ്റെടുക്കാൻ കഴിയും, അതിൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഇത് ഏറ്റെടുക്കാൻ കഴിയും, വെബ്സൈറ്റ് ബാനറുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ആ ഒരു പ്രൊജക്റ്റ് ബേസിലെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ പേയ്മെൻറ്റ് വരുന്നത് ഇപ്പോൾ മന്ത്ലി ഉള്ളൊരു പേയ്മെൻ്റ് ആക്കാം, അല്ലെങ്കിൽ ഇത്ര പ്രൊജക്റ്റിന് ഇത്ര പൈസ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ വർക്കിനും ഇത്ര വേണമെങ്കിൽ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ഹവേഴ്സിന് ഇതാണ് എൻ്റെ പേയ്മെൻറ്റ്, അങ്ങനെയും പറയാം. കാരണം സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അതിനുള്ള പേയ്മെൻറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ആളുകൾക്ക് എത്തുക? നമുക്ക് ഒരു സ്കില്ലുണ്ട്, അപ്പോൾ വർക്ക് കിട്ടണം, ഇതിനൊരു പാത്ത് വേണ്ടേ? നിങ്ങളുടെ ഒരു സ്കില്ല് വെച്ചിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പം ക്യാൻവയിൽ ചെറിയ വെബ്സൈറ്റ്, ക്യാൻവയിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. നല്ലൊരു പോർട്ട്ഫോളിയോ, ആളുടെ ഫോട്ടോ, വർക്ക്, അവരുടെ സ്കില്ല്, ഇതുവരെ ചെയ്യുന്ന വർക്കുകളൊക്കെ വെച്ചിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എൻക്വയറീസ് വരുന്ന സമയത്ത് ആ ഒരു പോർട്ട്ഫോളിയോ അയക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് ആ ഡീറ്റെയിൽ എല്ലാം വേണ്ടി വരും. ഇപ്പം എൻക്വയറി വരുന്ന സമയത്തല്ലേ പോർട്ട്ഫോളിയോ അയക്കാൻ കഴിയുള്ളൂ. എങ്ങനെ എൻക്വയറി വരുന്നത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാം. അതായത് ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഇതുമായി ബന്ധപ്പെടുന്ന അതിനകത്ത് പോസ്റ്റേഴ്സോ വീഡിയോസോ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്കില്ലുമായി ബന്ധപ്പെടുന്ന നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെടുന്ന വീഡിയോസോ അല്ലെങ്കിൽ കോണ്ടൻറ്റോ എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അതിനകത്ത് കോൾ വരുന്ന സമയത്ത് ഒരു ചെറിയ പോർട്ട്ഫോളിയോ നേരെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ ചാർജ്, ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ പോർട്ട്ഫോളിയോ സെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വർക്ക് വരിക? ഇപ്പം സോഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്താൽ മതിയോ? അല്ല, നല്ലൊരു കണ്ടന്റ് കലണ്ടർ പ്ലാൻ ചെയ്താൽ അതിനനുസരിച്ച് ഫോളോ ചെയ്താൽ തന്നെ അത്യാവശ്യം എൻക്വയറി വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കഴിവിനനുസരിച്ച് എടുക്കാം. ഇപ്പം ഒരുപാട് പ്രൊജക്റ്റ് നല്ല പേയ്മെൻറ്റ് കിട്ടുന്നതല്ലേ, ഒരുപാട് പ്രൊജക്റ്റ് ഏറ്റെടുക്കരുത്. ഒരു പ്രൊജക്റ്റ് 1-2 പ്രൊജക്റ്റ് ഏറ്റെടുക്കുക, അത് ഫിനിഷ് ചെയ്യുക, അതിൻ്റെ ഫീഡ്ബാക്ക് അവരേക്ക് തന്നെ കളക്ട് ചെയ്യുക, എന്നിട്ട് അടുത്ത പ്രൊജക്റ്റ് എടുക്കാം. ഓക്കെ, ഫ്രീലാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സൈഡായിട്ട് വരുന്ന ഇൻകം അല്ല ശരിക്കും. അത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിരുന്നു കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം തന്നെയാണ്. അതായത് ജോബ് കഴിഞ്ഞ് വന്നിട്ട് ജോലി ചെയ്യുന്നതല്ല, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ സ്ട്രീം ഇൻകാക്കി മാറ്റാൻ കഴിയും. അതിന് വേണ്ടത് നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കുള്ള സ്കില്ല് എന്താണെന്ന് വെച്ചാൽ അത് മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക. കൊമേഴ്സുമായി ബന്ധപ്പെടുന്ന സ്കില്ലാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ താഴെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇ-കൊമേഴ്സുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ജോബ് സാധ്യതകൾ ഇന്ന് UAE മാർക്കറ്റിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വെബ്സൈറ്റ് ബാനർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, പോസ്റ്റേഴ്സ്, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ്, ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ SEO മാനേജിങ് പറ്റും, അതുപോലെ ആമസോണിൽ ലിസ്റ്റിംഗ് പറ്റും, ഇ-കൊമേഴ്സ് തന്നെ ഷോപ്പിഫൈ, അതുപോലെ നൂണ്, അതുപോലെ ഒരുപാട് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിലെ ലിസ്റ്റിംഗ്, മാനേജിങ് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്കില്ല് നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ നമ്പറിൽ കണക്ട് ചെയ്യാം.